ഹായ് ഫ്രണ്ട്സ്, ഐ ആം സജാദ് ഫ്രം മൈക്രോസ്കിൽ ലാബ്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് കുറച്ച് സുഹൃത്തുക്കൾ കമൻറ്റ് ഇട്ടിരുന്നു. എംബഡഡ് സിസ്റ്റംസ് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ട്, ഡയറക്റ്റ് ട്രെയിനിങ് ക്ലാസ്സുകളുണ്ടോ, ഡയറക്റ്റ് വന്നാൽ പഠിക്കാൻ സൗകര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ പേര് വാട്സപ്പിലെല്ലാം എൻക്വയറി ഇട്ടിരുന്നു. മൈക്രോസ്കിൽ ലാബ് എംബഡഡ് സിസ്റ്റം ട്രെയിനിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രീമിയം ട്രെയിനിങ് സെൻറ്റർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 2026 മാർച്ച് മന്തിൽ ആയിരിക്കും. ലൊക്കേഷൻ ബാംഗ്ലൂർ സിൽക്ക് ബോർഡ് ജംഗ്ഷനാണ്. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 3 months ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ സീരീസ് കണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ ആദ്യം മുതൽ എല്ലാ വീഡിയോസും കാണുക, എല്ലാം പ്രാക്ടീസ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മളുടെ കോമ്പറ്റീഷൻ റണ്ണിംഗ് ആണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷനാണ്. സീരിയൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പ്രോജക്റ്റുകളിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു GPS കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു GSM മോഡ്യൂൾ, അല്ലെങ്കിൽ ഒരു GPRS മോഡ്യൂൾ. ഇതെല്ലാം നമ്മൾക്ക് വർക്ക് ചെയ്യുന്നത് ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. സോ UART ഫുൾ ഫോം അറിയാമായിരിക്കും. യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ആൻഡ് ട്രാൻസ്മിറ്റർ അല്ലേ? അപ്പോൾ UART കൂടി കേട്ടിട്ടുണ്ടാവും. യൂണിവേഴ്സൽ സിൻക്രണസ് ആൻഡ് അസിൻക്രണസ്. അപ്പോൾ സിൻക്രണസ് എന്താണ്, അസിൻക്രണസ് എന്താണ്? സിൻക്രണസിൽ നമ്മൾക്കൊരു ക്ലോക്ക് കൂടി ഉണ്ടാവും. ഇത് തമ്മിൽ ഒരു ക്ലോക്ക് കൈമാറുന്നുണ്ടാവും. അസിൻക്രണസിൽ അതിൻ്റെ ആവശ്യമില്ല. നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഒരു ബോർഡ് റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഇവിടെ അറ്റ്മിക 328 UARTും UARTും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് UART ആണ്. നമ്മളുടെ ഡയഗ്രാം നോക്കാം. പിൻ നമ്പർ 2 and 3 RX TX. ഇതാണ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ പിന്നുകൾ. ഇനി നമ്മളുടെ ബോർഡിൻ്റെ PCB ഡിസൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 4 പിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോറി, ഇതാണ്. ഓക്കെ, ഈ 4 പിന്നിൽ ഒന്നാമത്തെ പ്ലസ്, പിന്നെ ഈ ആരോ മാർക്ക് ഉള്ളിലേക്കിട്ടത് റിസീവിംഗ് ആണ്. റിസീവർ, ട്രാൻസ്മിറ്റർ, പിന്നെ ഇത് മൈനസിലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിന്ന് PC കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു കൺവെർട്ടർ വേണം. എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന സീരിയൽ TTL ലെവൽ ആണ്. അതിന് നമ്മൾക്ക് USB കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മളൊരു TTL to USB കൺവെർട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ USB to TTL കൺവെർട്ടർ. ഇതിൻ്റെ പിന്നുകൾ നോക്കുകയാണെങ്കിൽ 3.3 വോൾട്ട്, 5 വോൾട്ട്, TXD, RXD, ഗ്രൗണ്ട് അല്ലേ? അപ്പോൾ നമ്മൾക്ക് ആവശ്യം 5 വോൾട്ട്, TXD, RXD, ഗ്രൗണ്ട്. അത് മാത്രം നമുക്കിവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് കോഡിങ്ങിലേക്ക് പോകാം. ഫയൽ, ന്യൂ പ്രോജക്റ്റ്, AVR XC8 തന്നെയാണ്. UART 1 എന്ന് കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റ് സെലക്ട് ചെയ്യാം. അറ്റ്മിക 328P. ഈ പ്രോജക്റ്റിൽ റിസൾട്ട് കാണാനായിട്ട് നമുക്ക് OLED ആഡ് ചെയ്യാം. അപ്പോൾ OLEDൻ്റെ കുറച്ച് കോഡ് കോപ്പി ചെയ്യാം. തെർമോമീറ്ററിൽ OLED യൂസ് ചെയ്തിരുന്നു. സോ ഇവിടെ നമുക്ക് നമ്മളുടെ പ്രോജക്റ്റിനകത്ത് മെയിൻ കിടക്കുന്നതിൻ്റെ ഒപ്പം I2C.C, I2C.H, OLED.C, OLED.H ഇത്രയും കോപ്പി ചെയ്ത് യൂസ് ചെയ്യാം. ഇനി നമ്മളുടെ കോഡിൽ വന്നാൽ UART 1 റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് കൊടുത്ത് എക്സിസ്റ്റിംഗ് ഐറ്റം ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ഫോൾഡറിനകത്തുനിന്നും I2C.Cയും OLED.Cയും ആഡ് ചെയ്യണം. ഇനി ഇവിടെ .h ഫയലുകൾ ഇൻക്ലൂഡ് ചെയ്യാം. #include I2C.H #include OLED.H. നമുക്ക് എന്തെങ്കിലും ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. I2C ഇനീറ്റ് ചെയ്യാം, OLED ഇനീറ്റ് ചെയ്യാം, OLED ക്ലിയർ ചെയ്യാം, ഒരു ബഫർ ഉണ്ടാക്കാം. മെസ്സേജ് എന്ന പേരിൽ ക്യാരക്ടർ അറേ ആണ്. ഒരു 12 എടുക്കാം ലെങ്ത്ത്. ഇനി അതിനെ ഒന്ന് മെം സെറ്റ് ചെയ്തൊന്ന് ക്ലിയർ ചെയ്യാം.
മെസ്സേജിനകത്ത് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാം. UART എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് പ്രിൻ്റ് ചെയ്യാം. ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ഡിസ്പ്ലേയിൽ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് UARTൻ്റെ പാർട്ട് വരണം. ഓക്കെ, സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു UART init എന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനാണ്. നമ്മൾ ന്യൂ ഫയൽ എടുക്കണം. ഒരു C ഫയൽ ഓപ്പൺ കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ ഒരു ഹാഷ് ഇൻക്ലൂഡ്, നമുക്കൊരു UART.h ഉണ്ട് എന്ന് വിചാരിക്കുക. അതിനിവിടെ ഇൻക്ലൂഡ് ചെയ്യുക. ഇതിനെ സേവ് ചെയ്യുന്നത് നമ്മളുടെ കോഡിൻ്റെ ഫോൾഡറിൽ വന്നിട്ട് ഇത് C ഫയലാണ്, UART.c എന്ന് സേവ് ചെയ്യുന്നു. ഞാനിവിടെ UART initൻ്റെ കോഡ് UART init എന്നൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ബോർഡർ റേറ്റ് കൊടുത്തിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് എന്താണ് എഴുതിയിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതിനകത്തേക്ക് നോക്കൂ. UBRR 0H പിന്നെ 0L. ഇത് ആക്ച്വലി നമ്മളുടെ ഡാറ്റ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. USART ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് 19.5. സോ ഇത് നിങ്ങൾ കറസ്പോണ്ടിങ് രജിസ്റ്ററുകൾ എന്താണ്, ഇതിലെ ഓരോ ബിറ്റിൻ്റെ മീനിങ് എന്താണ്, ഇത് നിങ്ങൾ വായിച്ച് നോക്കണം. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല, രണ്ട് വീഡിയോ വളരെ ലെങ്തി ആയിരിക്കും. സോ നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയത്ത് ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. ആ സമയത്ത് മാത്രം ഡാറ്റ ഷീറ്റ് എടുത്ത് കറസ്പോണ്ടിങ് രജിസ്റ്റേഴ്സ് വായിച്ച് നോക്കുക. ഇപ്പോൾ ഞാൻ കോഡ് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് UART.tx എന്നൊരു ഫംഗ്ഷൻ, UART.rx എന്നൊരു ഫംഗ്ഷൻ, UART.print എന്നൊരു ഫംഗ്ഷൻ. UART.printനകത്ത് ഒരു സ്ട്രിങ് അങ്ങനെ തന്നെ കൊടുത്തിട്ട് പാസ് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇൻറ്റേർണലി UART.txനെ തന്നെയാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ TXും RXും ഒരു ക്യാരക്ടറിനെയാണ് ഡീൽ ചെയ്യുന്നത്. സോ TX ഒരു ക്യാരക്ടറിനെ പാസ് ചെയ്യുമ്പോൾ RX ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്തിട്ട് തരാനുള്ള ഫംഗ്ഷനാണ്. ഇനി മെയിനിലേക്ക് പോവാം. മെയിനിൽ നമ്മൾ എഴുതിയത് UART init. ഇവിടെ UART print കൊടുക്കാം. മെസ്സേജിനകത്ത് നമുക്കിപ്പോൾ ഉള്ളത് UART എന്ന് തന്നെയാണ്. സോ ഇവിടെ ഇനിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബോർഡർ റേറ്റ് 9600 ബോർഡർ റേറ്റ് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. കമ്പൈൽ ചെയ്യുമ്പോൾ എറർ വന്നിട്ടുണ്ട്, അൺഡിഫൈൻഡ് UART print. ഓക്കെ, നമുക്കിവിടെ .h ഫയൽ ആഡ് ചെയ്തിട്ടില്ല. ഹാഷ് ഇൻക്ലൂഡ് UART.h. സോ നമ്മളുടെ UART.h ഇതാണ് നമ്മളുടെ UART.h ഫയൽ. ഇതിനകത്ത് UART.cക്ക് അകത്തുള്ള ഫങ്ഷൻസിനെ ഇവിടെ ഡിഫൈൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ main.cലേക്ക് തിരിച്ചു പോയി ഇതിനെ സേവ് ചെയ്തിട്ട് ഒന്നുകൂടി F7 അടിച്ചു കഴിഞ്ഞാൽ കമ്പൈലായി. വീണ്ടും റിസൈപ്പ് ഫൈൽഡ് UART init അൺഡിഫൈൻഡ് റെഫറൻസ് ടു UART init. ഓക്കെ, ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് കൊടുക്കുന്നു, എക്സിസ്റ്റിംഗ് ഐറ്റം കൊടുക്കുന്നു. നമുക്ക് ആഡ് ചെയ്യാനുള്ളത് UART.c ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റിനകത്ത് വരണം. I2C.c, main.c, OLED.c, UART.c. ഓക്കെ, സേവ് ചെയ്യുന്നു. വീണ്ടും F7 അടിച്ചാൽ കമ്പൈൽ. യെസ്, ബിൽഡ് സക്സീഡ്. ഇനി നമുക്കിതിനെ ഫ്ലാഷ് ചെയ്യാം. ടൂൾസിൽ പോയിട്ട് ഓർഡിനോ ആസ് പ്രോഗ്രാമർ. ഫ്ലാഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിസൾട്ട് കാണണമെങ്കിൽ ഒന്ന് നമ്മളുടെ USB.TTL കൺവേർട്ടറിനെ എടുത്തിട്ട് PC-യിലേക്ക് കണക്ട് ചെയ്യണം. ഞാൻ പ്രോഗ്രാമർ ഡിസ്കണക്ട് ചെയ്തു. എൻ്റെ USB to സീരിയൽ കൺവേർട്ടർ കണക്ട് ചെയ്തു. ഡിവൈസ് മാനേജറിനകത്ത് പോയി നോക്കിയാൽ കാണാൻ പറ്റും. പോർട്സ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ COM6 പ്രൊളിഫിക് USB to സീരിയൽ കോം പോർട്ട് ഉണ്ട്. ഈ ഡിവൈസിന് ആക്ച്വലി ഡ്രൈവറൊക്കെ ഉണ്ട്. ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. പ്രൊളിഫിക്കിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്.
ഇനി എനിക്ക് ഇത് കാണാനായിട്ട് സീരിയൽ ഡാറ്റ കാണാനായിട്ട് ഒരു ടൂൾ വേണം. ഞാൻ ഉപയോഗിക്കുന്ന ടെറാട്ടാമാണ്. ടെറാട്ടാമും പുട്ടിയുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ COM6 സീരിയലിനകത്ത് COM6 ഞാൻ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമ്മളുടെ വിൻഡോ റെഡിയാണ് റിസൾട്ട് കാണാൻ. ഞാനൊന്ന് റീസെറ്റ് ബട്ടൺ അമർത്തുന്നുണ്ട്. യെസ്, സ്ക്രീനിൽ UART എന്ന് കാണുന്നുണ്ട്. ഇത് നമ്മളുടെ മൈക്രോ കൺട്രോളർ PC-യിലേക്ക് അയച്ച ഒരു മെസ്സേജാണ്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇനി PC-യിൽ നിന്നും മൈക്രോ കൺട്രോളറിലേക്ക് അയക്കണം. അയച്ചതിനെ നമ്മൾക്ക് മൈക്രോ കൺട്രോളറിൽ OLED-യിൽ കാണണം. സോ നമ്മുടെ കയ്യിൽ UART RX ഉണ്ട്. റിസീവ്ഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ റിസീവ്ഡ് ക്യാരക്ടർ ഈക്വൽ ടു UART RX. OLED റൈറ്റ് റിസീവ്ഡ് ക്യാർ. കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാം. യെസ്, ടു ഫ്യൂ ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, OLED റൈറ്റിന് നമുക്ക് എവിടെയാണ് റൈറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കണം. പേജ് കോളം. വീണ്ടും F7 അടിച്ച് കമ്പയർ ചെയ്തു. ക്യാരക്ടർ പോയിൻ്റർ ആയിരുന്നു ഇവിടെ ആവശ്യം എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമുക്കിവിടെ %ആയിട്ട് നോക്കാം. സോ അതിൻ്റെ അഡ്രസ്സാണ് പോകുന്നത്. ബിൽഡ് സക്സീഡാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. വീണ്ടും പ്രോഗ്രാമർ കണക്ട് ചെയ്യാണ്. ഫ്ലാഷ് ആയിട്ടുണ്ട്. ഞാൻ പ്രോഗ്രാമർ ഡിസ്കണക്ട് ചെയ്ത് USB ടു സീരിയൽ കൺവേർട്ടർ കണക്ട് ചെയ്യുന്നു. വീണ്ടും ഒന്ന് റീസെറ്റ് ചെയ്യാം. UART എന്ന് ടെറാട്ടാമിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യണം. Q എന്ന് നമ്മൾക്ക് OLED-യിൽ വന്നു. W, ഓക്കെ, Qനെ റീപ്ലേസ് ചെയ്തിട്ട് WI. സോ ഞാനിവിടെ എന്ത് ടൈപ്പ് ചെയ്യുന്നു? FRTYU123. ഓക്കെ, ഇനി ഞാനിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഒന്നും വന്നില്ല. കാരണം നമ്മളുടെ ലൈബ്രറിയിൽ OLED-ൻ്റെ ലൈബ്രറിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്തിട്ടില്ല. സോ നമ്മുടെ ലൈബ്രറി ഒന്ന് അഡ്വാൻസ്ഡ് ആക്കണം. നമുക്ക് കൂടുതൽ ASCII ക്യാരക്ടേഴ്സ് എല്ലാം ഉള്ള ഒരു ലൈബ്രറി നമുക്ക് ബിൽഡ് ചെയ്യണം. ഓക്കെ, ASDFGHJ ഇതെല്ലാം വരുന്നുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ഈ കോഡിനൊന്ന് മോഡിഫൈ ചെയ്യാം. നമുക്കൊന്നിനെ റീപ്ലേസ് ചെയ്തിട്ട് അടുത്തത് വരുന്നതിൻ്റെ പകരം ഇവിടെ ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ കോളം. $122 കൊടുക്കാം. അപ്പോൾ 122 + 2 128 ആവും. 127 വരെയാണ് നമ്മൾക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ പേജ് ID കൊടുക്കാം. ഇനി പേജ് തന്നെ പേജ് ഈക്വൽ ടു 2 തന്നെ കൊടുക്കാം. അപ്പോൾ 2ലും 3ലും മാത്രം ഡിസ്പ്ലേ ആവും. പേജ് ആൻഡ് കോളം നമ്മൾ ഡിക്ലെയർ ചെയ്തില്ലായിരുന്നു. കമ്പൈലിംഗ് ആയിട്ടുണ്ട്. ഇനി ഫ്ലാഷ് ചെയ്യണം. ടൂൾസിൽ പോയി ഓർഡിനോ ആസ് പ്രോഗ്രാമർ, റിസൾട്ട് നോക്കാം. റീസെറ്റ് അമർത്താം. UART എന്ന് ടെറാട്ടാമിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ടെറാട്ടാമിൽ ടൈപ്പ് ചെയ്യാം Q
WERT സ്പേസ് ഇതിനകത്തൊരു എറർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കാരണം നമ്മൾ കോളം നമ്മൾ എക്സസ് ആയിട്ട് ഇതിനകത്തില്ലാത്ത കോളത്തിൽ പ്രിൻറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കറപ്റ്റ് ആവുന്നത്. കോഡിൽ നമ്മൾക്ക് 122 എന്നൊരു വാല്യൂ ഇട്ടിരുന്നു. ഇത് ഇനിയും കുറയ്ക്കണം. 120 കൊടുക്കുന്നുണ്ട്. കമ്പൈൽ ചെയ്യാം. ഫ്ലാഷ് ചെയ്യാം. ഇനി റിസൾട്ട് നോക്കാം. ഒന്ന് റീസെറ്റ് അമർത്തിയാൽ യെസ് UART എന്ന് ടെറ ടൈമിന് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി ടൈപ്പ് ചെയ്യുമ്പോൾ QWERTY സ്പേസ് മൈക്രോ സ്കിൽ ലാബ്. ഓക്കെ, വീണ്ടും നമ്മൾ എക്സസ് ആയിട്ട് എവിടെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. സോ 120 എന്ന് വീണ്ടും കുറയ്ക്കേണ്ടി വരും. യെസ്, നമ്മൾ നെക്സ്റ്റ് പേജ് കൊടുക്കുന്ന സമയത്ത് കോളം 0 കൊടുത്തിട്ടില്ല. അവിടെയായിരുന്നു മെയിൻ മിസ്റ്റേക്ക്. ഇനി ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് നോക്കാം. ഇവിടെ നമ്മൾ I2C init ചെയ്യുന്നു. ഓക്കെ, I2C init എന്നുള്ള ഫങ്ഷൻ I2C.c-ക്കകത്താണ്. I2C initനെ വോയിഡ് മാറ്റിയിട്ട് നമുക്ക് ഇൻറ്റ് ആക്കാം. റിട്ടേൺ 0. ഇവിടെ സക്സസ്ഫുൾ ആയിട്ടെല്ലാം ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ 0 റിട്ടേൺ ചെയ്യുന്നു. കറസ്പോണ്ടിങ് I2C.h-നകത്ത് I2C initനെ വോയിഡ് അല്ല ഇൻറ്റ് ആക്കണം. യെസ്, ഇനി സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ മെയിനിൽ നിന്ന് I2C init കോൾ ചെയ്യുമ്പോൾ RET ഓക്കെ, അല്ലെങ്കിൽ ഇഫ് UART print I2C init failed. എറർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. 18. ഓക്കെ, ഇവിടെ ഒരു ക്ലോസിങ് കൂടിയുണ്ട്. യെസ്, സേവ് ചെയ്യാം, കമ്പൈൽ ചെയ്യാം. ഓക്കെ, ഇവിടെ പോയിൻ്ററാണ് കൊടുക്കാറ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി UART init നമ്മൾക്ക് ആദ്യം ചെയ്താലേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മെസ്സേജ് നമ്മൾക്ക് ഇതിനു മുമ്പ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണം. I2C init failed. കമ്പൈൽ ആയിട്ടുണ്ട്. പക്ഷേ ആസ് ലോങ് ആസ് I2C init എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സക്സസ്ഫുൾ ആയിട്ട് പാസ്സാവുന്നിടത്തോളം നമ്മൾക്ക് ഇത് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് കാണില്ല. ഇതിൻ്റെ ഉദ്ദേശം നമ്മൾക്ക് UART init ക്ലീനായിട്ട് പാസ്സായിട്ടുണ്ടോ, ആ ഫംഗ്ഷൻ ഓടിയിട്ടുണ്ടോ. ആ ഫംഗ്ഷൻ ഓടിയിട്ടുണ്ടെങ്കിൽ ഇത് വരില്ല. ഓടിയില്ലെങ്കിൽ
നമ്മൾക്ക് കോഡ് ഓടുന്ന സമയത്ത് തന്നെ ഈ മെസ്സേജ് കാണാൻ പറ്റും, I2C init failed. സോ ഇതാണ് എറർ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ്. ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി മാത്രം നമുക്കിവിടെ ഒരു എൽസ് എഴുതാം. printf message initialized I2C successfully. ഇവിടെ print കൂടി കൊടുക്കണം അല്ലേ. print message F7 അടിച്ച് കമ്പൈൽ ചെയ്യാം. യെസ്, ഇനി ഇതിനെ നമുക്ക് ഫ്ലാഷ് ചെയ്ത് നോക്കാം. ഇനി ടെറാ ടൈം എടുക്കാം. ഒന്ന് റീസെറ്റ് ബട്ടൺ അമർത്താം. ഇനീഷ്യലൈസ്ഡ് I2C സക്സസ്ഫുള്ളി. അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് അല്ലേ. സോ എറർ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് ഇതാണ്. നമ്മൾ ഒരു GPS ഡിവൈസിനെ സീരിയൽ കമ്മ്യൂണിക്കേഷനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. സോ GPS-നകത്തുനിന്നുള്ള NMEA സെൻറ്റൻസസ് അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്ത് കാണാം. ഇപ്പോൾ കാണുന്നത് GPS-ൻ്റെ NMEA സെൻറ്റൻസ് ആണ്. പക്ഷേ കുറേ ഗ്യാപ്പുകളുണ്ട്. എന്താ കാരണം? നമ്മളുടെ OLED ലൈബ്രറി നമ്മൾ എഴുതിയപ്പോൾ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ അല്ലേ. സോ ഫുള്ളായിട്ടുള്ള ഒരു ലൈബ്രറി ഡെവലപ്പ് ചെയ്തിട്ട് GPS-ൻ്റെ ഒരു കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിൾ ചെയ്ത് നോക്കുക. ഇവിടെ ഉപയോഗിച്ച കോഡ് അതേപോലെ തന്നെ അടുത്ത ഒരു കോഡിൽ നമ്മൾക്ക് എറർ ഹാൻഡ്ലിംഗ് എല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ കോഡ് ലൈബ്രറി പോലെ .c ആയിട്ടും .h ആയിട്ടും നമ്മൾക്ക് കോപ്പി ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ട് കൂടുതൽ പ്രോജക്റ്റുകൾ ചെയ്യാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോസ് ഒന്നും മിസ് ചെയ്തിരിക്കാൻ ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.